അപ്പോൾ പുതിയൊരു വീഡിയോട്ട് സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയ സാധനമാണ്. ഇതെന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ ഇയർപോഡാണ്. നമ്മളെ മറ്റേ ബ്ലൂടൂത്ത് ഉണ്ടല്ലോ ചെവിയിൽ വെക്കുന്നത്, ആ സാധനമാണിത്. ഇത് ഓൾറെഡി ഞാൻ ഈ സാധനം പൊട്ടിച്ച് നോക്കിയിരുന്നു. എന്തായാലും നമുക്കൊന്നും കൂടി അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മളെ സാധനം. ജസ്റ്റ് പൊട്ടിച്ച് വെക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി ഞാനിത് പൊട്ടിച്ച് വെക്കിയിരുന്നു സാധനം. എന്തായാലും ഓൺലൈനിൽ നിന്ന് കിട്ടിയ സാധനമായതുകൊണ്ട് നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ എന്തായാലും പൊട്ടിച്ച് വെക്കുക. എന്താണെന്ന് പറയാൻ വയ്യ, ചിലപ്പോൾ വല്ല ബോംബായിരിക്കും അല്ലേ. ഇങ്ങനെയാണ്, നല്ല പാക്കിംഗ് ആണ് ഇവരെ. ഫസ്റ്റ് ഞാനിത് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ ഇയർപോഡ്. കണ്ടാ, ഇത് നമ്മളെ സാധാരണ ഇയർപോഡല്ല, നമ്മളൊരു ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളൊക്കെ ഈ സാധനത്തിന് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ യൂസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. M19 ആണ് ഇതിൻ്റെ പേര്. പിന്നെ ചൈന സാധനമാണ്, മെയ്ഡ് ഇൻ ചൈനയാണ്. അപ്പോൾ തന്നെ അറിയാം അതിൻ്റെ ക്വാളിറ്റി എത്ര ഉണ്ടെന്ന്. പിന്നെ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ വർക്കിംഗ് ടൈം കണ്ടല്ലേ, 250 മണിക്കൂർ. അതുപോലെ തന്നെ ചാർജിങ് ടൈം 2 മണിക്കൂർ. പിന്നെ ഇതിൻ്റെ ഡിസ്റ്റൻസ് പറയുന്നത് നമ്മളിതിൻ്റെ സിഗ്നലാണ്. 10 മീറ്റർ നമുക്ക് കിട്ടും. അതിൻ്റെ അപ്പുറം പോയാൽ ഈ സാധനം കട്ടാവും. പിന്നെ നമ്മുടെ മ്യൂസിക് 5 മണിക്കൂർ നമുക്കിതിൽ കേൾക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് പറഞ്ഞാൽ ഇത് പവർ ബാങ്കായിട്ട് നമുക്ക് ഈ സാധനം യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അത് ഔട്ട്പുട്ട് 5 വോൾട്ട് 1 ആമ്പിയറാണ്. സാധാരണ നമ്മുടെ മൊബൈലിൻ്റെ ചാർജറിൻ്റെ ആ സംഭവം തന്നെയാണ്. നെക്സ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിന് യൂസർ മാനുവലൊന്നും ഇതിൻ്റെ കൂടെ കിട്ടിയില്ല. അപ്പോൾ ഇതാണ് നമ്മളെ സാധനം എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ നമ്മളെ ഇയർബഡ്, നമ്മളെ ചെവിയിലേക്ക് വെക്കുന്ന സംഭവമാണിത്. അതില്ലേ, ഇതാണ് നമ്മുടെ ഇയർബഡ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുടെ സാധനം തന്നെയാണെന്ന് തോന്നുന്നു. നെക്സ്റ്റ് എടുക്കാം. പിന്നെ ഇതാണ് നമ്മളെ അതിൻ്റെ ആ ബോക്സ്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചാർജിങ് കേബിളും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ചാർജിങ് കേബിൾ നമ്മളെ സാധാരണ USB ആണ്, C ടൈപ്പ് അല്ല, സാധാരണ USB കേബിളാണ്. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ ബോക്സ് ജസ്റ്റ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാണ് നമ്മളെ ബോക്സ് എന്ന് പറയുന്നത്. അതിന് മുമ്പ് ജസ്റ്റ് ഇതിൻ്റെ കാര്യങ്ങളൊന്നും പറയാം. ഇതിന് ഒരു സ്റ്റിക്കർ ഉണ്ട്, ജസ്റ്റ് പറിച്ചാൽ കേട്ടോ. ഇവിടെ ഒരു ടോർച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു സ്വിച്ചും കാണാൻ പറ്റും. ജസ്റ്റ് സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടോർച്ചായിട്ട് നമുക്ക് ഈ ഒരു സാധനം യൂസ് ചെയ്യാൻ പറ്റും. അതും ഇതിനെ കൊണ്ടുള്ള ഗുണമാണ്. പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ ചാർജർ. ഈ ബോക്സ് ചാർജ് ചെയ്യേണ്ടതാണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു സൈഡിലാണ് ഇതിൻ്റെ USB വരുന്നത്. USB പറയുമ്പോൾ നമ്മളെ ഫോൺ ചാർജ് ചെയ്യുന്ന പവർ ബാങ്ക് ആയിട്ട് ഈ സാധനം യൂസ് ചെയ്യാൻ പറ്റും. ഫോണിൻ്റെ കേബിൾ ഇതിൽ കണക്ട് ചെയ്ത് ഫോണിൽ കണക്ട് ചെയ്ത് കൊടുത്താൽ ഫോൺ ചാർജ് ചെയ്യും. തുറന്ന് കാണിച്ചത്. പിന്നെ ഇത് തുറക്കേണ്ട എവിടെയാണെന്ന് നമുക്ക് അങ്ങനെ പെട്ടെന്ന് തിരിയില്ല. ഈ ഒരു ഐക്കൺ, ഈ ലോഗോ വായിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും. ഇതാണ് നമ്മുടെ സംഭവം. അതിനുശേഷം നമുക്ക് ഒരു ഇയർബഡ് എടുക്കുക. അതിനുശേഷം ഇതിൽ റൈറ്റ് ആണ് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. 6 നെറ്റ് ഇവിടെ കാണാൻ പറ്റും, റൈറ്റ് ആണ്. നെക്സ്റ്റ് ഞാൻ വെച്ച് കാണിച്ചു തരാം. അതെ, ഇത് ഓൺ ആയിട്ടുണ്ട്. നെക്സ്റ്റ് എൻ്റെ കൈ തട്ടുമ്പോൾ ഓൺ ആയതാണ്. ഇതിൽ വെക്കുമ്പോൾ വേണ്ട, നമ്മളെ ചാർജിങ് തുടങ്ങി. ഈ സാധനം ചാർജ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ 93 എന്ന് പറയുന്നത് നമ്മുടെ ഈ ബോക്സിനകത്തുള്ള ചാർജാണ് കാണിക്കുന്നത്. പിന്നെ റൈറ്റ്, ഇതിപ്പോൾ റൈറ്റാണ് ഞാൻ ഈ സാധനം ഇതിൽ വെച്ചത്. അപ്പോൾ റൈറ്റ് ഇവിടെ ചാർജ് ആകുന്നുണ്ട്. ഏകദേശം 2 കുറ്റി ചാർജ് കണ്ടില്ലേ അതിലുണ്ട്. പിന്നെ പുതിയ പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് ചാർജ് കുറവായത്. ഏതൊരു ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓണാവും.
ജസ്റ്റ് ഞാൻ വെച്ച് കാണിച്ചു തരാം, വെക്കുമ്പോൾ ഓണാവും. അതും ചാർജ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി സംഭവം തന്നെയാണ്. പിന്നെ ഇത് ഫുൾ ചാർജ് ആയാൽ ഈ ഒരു ലൈറ്റ് ഓഫ് ആവും. ഇത് നീലയാവും, പെട്ടെന്ന് നീലയായിട്ട് ഈ സംഭവം കട്ട് ഓഫ് ആവും. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒന്ന് ഇതിന് ഫുൾ ചാർജ് ആയിക്കഴിഞ്ഞാൽ ഈ സംഭവം ഈ ഒരു സ്ക്രീൻ ഇവിടുന്ന് ഓഫ് ആവും. അടുത്ത ചാർജ് ആയി കഴിയുമ്പോൾ ഈ ഒരു സ്ക്രീൻ ഓഫ് ആവും, മൊത്തത്തിൽ ഫുള്ളായിട്ട് ഓഫ് ആവും. ജസ്റ്റ് ഇങ്ങനെ അടക്കാം നമുക്കിത്, കാണില്ലേ? ഇപ്പോൾ ചാർജ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ഇതിങ്ങനെ ചാർജ് ചെയ്തുകൊണ്ട് നമ്മളെ പോക്കറ്റിലേക്ക് ഇട്ടിട്ട് പോവാം, കുഴപ്പമില്ല. പിന്നെ പൊട്ടിത്തെറിക്കുമെന്ന് വെച്ചാൽ ഇത് പറയാൻ വയ്യ, അതിപ്പോൾ എല്ലാ സാധനവും അങ്ങനെ തന്നെയാണ്. കണ്ടില്ലേ, ഇത് നമ്മളെ ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ഈ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ജസ്റ്റ് ഞാൻ പാട്ടൊക്കെ പ്ലേ ചെയ്ത് നോക്കി, സംഭവം അടിപൊളിയാണ്. ഇതിനൊന്ന് എടുത്തു കഴിഞ്ഞാൽ ആ സംഭവം കട്ട് ഓഫ് ആവും. ഇതിപ്പോൾ കണക്റ്റ് ആകാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ, ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ലൈറ്റ്. കണക്ട് ചെയ്താൽ ഈ ലൈറ്റ് ഓഫ് ആവും. ഇതിപ്പോൾ ഒരു സ്ക്രീൻ കട്ട് ഓഫ് ആയി. ജസ്റ്റ് അതിൽ വെക്കാനാണ്. കണ്ടില്ലേ, ഇപ്പോൾ ഇത് ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. ലെഫ്റ്റും റൈറ്റും ആണ്. ജസ്റ്റ് ഇതിൻ്റെ സ്റ്റിക്കറിന്ന് നമുക്ക് പറിക്കാതെ ഇതാണെന്ന് തോന്നുന്നു. അത് നമ്മളെ സെലോ ടേപ്പ് പൊട്ടിച്ചാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. എന്തായാലും നല്ല സാധനം തന്നെയാണ്. ജസ്റ്റ് ഇതിൻ്റെ പാട്ട് ഞാൻ വെച്ച് നിങ്ങളെ കേൾപ്പിച്ചു തരാം. അതിന് മുമ്പ് ജസ്റ്റ് ഈ സ്റ്റിക്കറൊന്ന് പരിക്കുക. ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ, നല്ല ടൈറ്റിലാണ്. ഇത് എന്താണെന്ന് ഒട്ടിച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ. ഇപ്പോൾ സ്ക്രാച്ച് ആവാതിരിക്കാനായിരിക്കും. ഇത് ഗ്ലാസ് പോലത്തെ സംഭവമാണ്. ഓക്കെ, കണ്ടില്ലേ, ഇതിൻ്റെ പകുതി ഇവിടെ ബാക്കിയാണ്. അല്ല, ഇപ്പം നല്ല പാങ്ങുണ്ട് ഈ സാധനം കാണാൻ. ഇതിൽ ചാർജ് ഫുള്ളായിട്ടുണ്ട്, കണ്ടില്ലേ? ഇതിപ്പോൾ ഫുള്ളാവും. ഇതിനും ഫുള്ളായി. ഇതിപ്പോൾ ഓഫാവും. ഈ സാധനം ഇപ്പോൾ ഓഫാവും. ഇതിപ്പോൾ ഫുള്ളായിട്ട് ഓഫായി. അപ്പോൾ നമ്മൾ ഇതിൽ ചാർജ് 92 നല്ല ബാക്കപ്പാണ് സംഭവം. ഇതും ഇപ്പോൾ ഓഫാവും, ഫുള്ളായിട്ടുണ്ട്. കണ്ടില്ലേ, അതും ഓഫായി. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ സ്ക്രീനും കൂടി ഓഫാവും. കണ്ടില്ലേ, സ്ക്രീനും കൂടി ഇപ്പോൾ ഓഫായിട്ടുണ്ട്. അപ്പോൾ ഈ സ്ക്രീനും കൂടി ഇപ്പോൾ ഓഫായി. ഇപ്പോൾ എല്ലാം ഫുള്ളായി. നമുക്കിത് പോക്കറ്റിലോട്ട് കൊണ്ടുപോകാം. ഇനി നമുക്ക് ഇതിലേക്ക് ചാർജ് ചെയ്യണമെങ്കിൽ നമ്മളെ മൊബൈലിൻ്റെ ചാർജർ അതെടുത്ത് ജസ്റ്റ് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ടോർച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോർച്ചും ഈ സാധനത്തിലുണ്ട്. ജസ്റ്റ് ഇതിൻ്റെ പാട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഫോണിലാണ് ഞാൻ ഈ സംഭവം കണക്ട് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഫോൺ ഓൺ ചെയ്യുക. അതിനുശേഷം ബ്ലൂടൂത്ത് ഓൺ ചെയ്യുക. ജസ്റ്റ് ഈ സാധനം എടുക്കുക. ഇതിന് ഇതാണ് ഇതിൻ്റെ നെയിം. ഞാൻ ഓൾറെഡി കണക്ട് ചെയ്തിരുന്നു. കണക്റ്റ് ആയിട്ടുണ്ട്. ഒരു സംഭവം ഇതിനെടുക്കുക. ഇപ്പോൾ സംഭവം കണക്റ്റ് ആയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇത് നോക്കിയാൽ കാണാൻ പറ്റും. സംഭവം കണക്റ്റ് ആയിട്ടുണ്ട്. ഡൺ കൊടുക്കുക. അതിനുശേഷം ഞാനൊരു പാട്ട് ഇതിൽ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ഞാൻ പാട്ട് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. നമ്മളെ കോപ്പി റൈറ്റ് ഇല്ലാത്ത സോങ്ങാണ്. പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. എൻ്റെ മൈക്കിലാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇപ്പോൾ എനിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. നല്ല സൗണ്ടാണ്. ഇപ്പോൾ ഞാനിവിടെ പ്രസ് ചെയ്ത് പിടിച്ചതാണ്. ഈ സംഭവത്തിൽ പ്രസ് ചെയ്ത് പിടിച്ചാൽ നമ്മളെ ഗൂഗിൾ ഓപ്പൺ ആവും. പിന്നെ ഇതിൻ്റെ ഇവിടെ ഒരു ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാട്ട് സ്റ്റോപ്പ് ആകും. ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇപ്പോൾ അത് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഇനി ഒരു പ്രാവശ്യം കൂടി ടച്ച് ചെയ്താൽ നമ്മളെ സോങ് ഓൺ ആവും.
ഇത് രണ്ടുകൂട്ടം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സോങ് പ്ലേ ആവും. പിന്നെയും രണ്ടുകൂട്ടം ടാപ്പ് ചെയ്ത് അടുത്ത സോങ് പ്ലേ ആവും. അത് ജസ്റ്റ് ഞാൻ കാണിക്കുന്നില്ല, കാരണം രണ്ടുകൂട്ടം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും പാട്ടാണ് പ്ലേ ആവും, ചിലപ്പോൾ കോപ്പി റൈറ്റ് വരും. പിന്നെ അത് മൂന്നുവട്ടം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് അപ്പ് ആൻഡ് ഡൗൺ ആവും. ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇവിടെ ഈ സൈഡ് എനിക്ക് കാണാൻ പറ്റും സൗണ്ടിൻ്റെ. അപ്പോൾ സൗണ്ട് ഏകദേശം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സൗണ്ട് കൂടിയിട്ടുണ്ട്. അതായത് റൈറ്റിൽ മൂന്നുവട്ടം ക്ലിക്ക് ചെയ്താൽ സൗണ്ട് കൂടും, ലെഫ്റ്റിൽ മൂന്നുവട്ടം ക്ലിക്ക് ചെയ്താൽ സൗണ്ട് കുറയും. അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം, സിമ്പിളാണ്. ഫസ്റ്റ് ഞാൻ സ്റ്റോപ്പ് ചെയ്യുക. ഇപ്പോൾ സംഭവം സ്റ്റോപ്പായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം, സിമ്പിളാണ്. അപ്പോൾ സംഭവം ഡിസ്കണക്ട് ആക്കിയിട്ടുണ്ട്. എന്താ ഇപ്പോൾ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഡിസ്കണക്ട് ആക്കിയതാണ്. അതിനുശേഷം നമുക്കിത് ചാർജിനിടാം. തുറക്കാം. ഇതേപോലെ ചാർജിനിട്ട് കൊടുത്താൽ മതി. ഇത് ചാർജ് ആവും. കണ്ടല്ലോ. അപ്പോൾ ഇതാണ് സംഭവം. ഇങ്ങനെ എടുക്കാൻ ജസ്റ്റ് ഇത് പോക്കറ്റിലിട്ട് കൊണ്ടുപോകാം. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ സംഭവം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി സാധനമല്ലേ ഇത്? ജസ്റ്റ് ഞാൻ ചെവിട്ടിലേക്ക് സാധനം വെച്ചിട്ടുണ്ട്. പാട്ടൊന്നും പ്ലേ ചെയ്തിട്ടില്ല, വെറുതെ വെച്ചതാണ്. ഇതിൻ്റെ ബോക്സും എൻ്റെ കയ്യിലുണ്ട്. ഉണ്ടല്ലേ, ഇതാണ് ഇതിൻ്റെ ബോക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.